ഹല്ലേലൂയ ഹല്ലേലൂയ. വരുന്ന നിമിഷങ്ങളിൽ നമുക്കായി വചനം പങ്കുവയ്ക്കുക ബഹുമാനപ്പെട്ട പാമ്പ്ളാനി അച്ഛനാണ്. അദ്ദേഹം തലശ്ശേരി രൂപതയിൽ വളരെ ശക്തമായി കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ദൈവത്തിൻ്റെ ഒരു ഉപകരണമാണ്. ലുവൈ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് ലഭിച്ചിട്ടുണ്ട് അച്ഛന്. അതോടൊപ്പം തന്നെ തലശ്ശേരി കേന്ദ്രമാക്കിയുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടറാണ്. നല്ല ഒരു സുവിശേഷ പ്രസംഗകനും ഒരു വാഗ്മിയുമാണ് ബഹുമാനപ്പെട്ട പാമ്പ്ളാനി അച്ഛൻ. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ അച്ഛനെ ഈ വേദിയിലേക്ക് സ്വീകരിക്കാം. യേശു തമ്പുരാന് ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, ഈശോ മിശിഹായുടെ ഉത്ഥാനാനന്തരം അവിടുന്ന് അപ്പസ്തോലന്മാർക്ക് പ്രത്യക്ഷമാകുന്ന പല സന്ദർഭങ്ങളെക്കുറിച്ച് ബൈബിളിൽ വിവരിക്കുന്നുണ്ട് അല്ലേ? അതിലെ ഒരു ഭാഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഈ ദിവസം പങ്കുവയ്ക്കുക. ഈശോ മിശിഹായുടെ ഉത്ഥാനം നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിവുള്ളത്. അതുകൊണ്ടാണ് പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞത്, ഈശോ മിശിഹ ഉയർത്തില്ല എങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമാണ്. മരണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എല്ലാറ്റിൻ്റെയും അവസാന വാക്കാണ് എന്നാണ് നാം എല്ലാം വിചാരിച്ചു വച്ചിരിക്കുക. ലോകത്തെ എല്ലാ തത്വചിന്തകന്മാരും ഈശോ പ്രസംഗിച്ചതിനേക്കാളും നന്നായിട്ട് പ്രസംഗിച്ച ആളുകൾ ഒരുപക്ഷെ ഈ ലോകത്ത് കാണും. ഈശോ പറഞ്ഞിട്ടുള്ളതിനേക്കാളും സുന്ദരമായ വാക്കുകൾ പറയാൻ കഴിവുള്ളവർ ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ടാകും അല്ലേ? ഈശോ പറഞ്ഞതിനേക്കാളും നല്ല കഥകൾ ഒരുപക്ഷെ മറ്റ് പുസ്തകങ്ങളിൽ നമുക്ക് വായിച്ചറിയാൻ കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഈശോ ചെയ്തതുപോലെ മരണത്തിൻ്റെ മേൽ വിജയം നേടാൻ കഴിഞ്ഞ മറ്റൊരു ഗുരുവും ഈ ലോകത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മലയാളത്തിലെ പ്രസിദ്ധനായ ഒരു കവിയാണ് മധുസൂദനൻ നായർ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മലയാളം പണ്ഡിതന്മാർക്ക് അറിയാം. ഞാനൊരു പാട്ടുകാരനൊന്നും അല്ലാത്തതുകൊണ്ട് കവിത പാടാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ട് പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ കവിതകൾ ഇഷ്ടപ്പെടുന്നൊരു മനുഷ്യൻ. അതിലെ 2 വരികൾ ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം, പാടി കേൾപ്പിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട്. അതിങ്ങനെയാണ്: മരം കിളിയോട് പറഞ്ഞു കൂടൊഴിയുക, കിളി പറന്നുപോയി. ഇത് കണ്ട് ഭൂമി മരത്തോട് പറഞ്ഞു വീടൊഴിയുക, മരം പിടന്നു വീണു. ഇത്രയേ കവിതയുള്ളൂ. എന്താണ് ഈ കവിതയുടെ അർത്ഥം എന്ന് ചോദിച്ചാൽ, നാം ആരും നമ്മുടെ ആരുടെയും അധികാരിയല്ല. ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയാൻ നമുക്കാർക്കും അധികാരവുമില്ല. മിശിഹാ തമ്പുരാൻ പറഞ്ഞ ഉപമയിലില്ലേ, 10,000 താലന്ത് കടപ്പെട്ടവൻ 100 താലന്ത് കടപ്പെട്ടവൻ്റെ കൊങ്ങായിക്ക് പിടിക്കുന്നത് മര്യാദകേട്, ശരിയല്ലേ? മരത്തിന് കിളിയോട് പറയാം, ഈ മരത്തിൻ്റെ ചില്ലകൾ അത്രയും എൻ്റെ സ്വന്തമാണ്, നീ ഇവിടുന്ന് ഒഴിഞ്ഞു പോയേ പറ്റൂ എന്ന് മരത്തിന് കിളിയോട് പറയാം. കിളിക്ക് അതനുസരിച്ചേ പറ്റുള്ളൂ. കാരണം എന്താ? ഈ മരത്തിൻ്റെ ചില്ല കിളിയുടെ സ്വന്തമല്ല, അത് ഒഴിഞ്ഞു കൊടുത്തേ പറ്റൂ. ഒഴിയാൻ ആവശ്യപ്പെട്ടപ്പോൾ കിളി ഒഴിഞ്ഞു. ഇത് കണ്ട് ഭൂമി മരത്തോട് പറഞ്ഞു വീടൊഴിയാൻ പറഞ്ഞു. ഇതെൻ്റെ നെഞ്ചത്താണ്, നീ വേലിറക്കി നിൽക്കുക, നീ ഇവിടുന്ന് ഒഴിയണം എന്ന് പറഞ്ഞാൽ മരത്തിനും ഒഴിയാതെ നിവൃത്തിയില്ല എന്നത് സത്യമാണ്. അതായത് അനിവാര്യമായ, നാം ആരും നമ്മുടെ അധികാരികളല്ലാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ അനിവാര്യമായ സത്യമാണ് എന്ത്? മരണം എന്ന് പറയുന്ന സത്യം. ശരിയല്ലേ? ആലോചിച്ച് നോക്കിയാൽ ഖലീൽ ജിബ്രാൻ പറഞ്ഞ ഒരു കഥയാണ്. അലക്സാണ്ടറും ഡയോജനിസ് എന്ന് പറഞ്ഞ തത്വചിന്തകനും തമ്മിൽ നടന്ന ഒരു സംവാദത്തിൻ്റെ കഥയാണ്. ഇത് മരണത്തെക്കുറിച്ചായതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുക. അലക്സാണ്ടർ തേര് തെളിച്ച് ധീരനായി പോരാളിയായി ലോക സാമ്രാട്ടിൻ്റെ പട്ടം മേടിക്കാൻ വേണ്ടി തേര് തെളിച്ച് വരികയാണ്. ഡയോജനിസ് ഒരു തൂമ്പായെടുത്ത് കുഴി കുഴിക്കുകയാണ്. മഹാതത്വചിന്തകനാണ്. സോക്രട്ടീസിനെ, അരിസ്റ്റോട്ടിലിനെ പോലെയൊക്കെ അറിയപ്പെടുന്ന മഹാപണ്ഡിതൻ, തത്വചിന്തകനാണ് ആര്? ഈ ഡയോജനിസ്. ഡയോജനിസിനോട് അലക്സാണ്ടർ തേര് നിർത്തി ചോദിച്ചു, ഇയാൾ എന്തെടുക്കുവാടോ ഈ പെരുവഴിയോരത്ത്? ഡയോജനിസ് പറഞ്ഞു, എനിക്ക് അങ്ങയുടെ
അപ്പൻ്റെ എല്ല് കിട്ടി. ഞാൻ അങ്ങയുടെ അപ്പൻ്റെ കുഴിമാടം മാന്തി എല്ല് കിട്ടി. ഇനി അങ്ങയുടെ അപ്പനൊരടിമയുണ്ടായിരുന്നല്ലോ, അയാള് സംസ്കരിച്ചിരിക്കുന്നത് ഇവിടെയാണ്. ആ കുഴി മാന്തി ആ എല്ലൊന്ന് എടുക്കണം. അതെന്തിനാ? ഇയാളുടെ അപ്പൻ്റെ എല്ലും ഈ അടിമയുടെ എല്ലും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാനിത് മാന്തുന്നത് എന്നത്. ഒരുപക്ഷെ ഈ തത്വചിന്തകൻ പറയാൻ ഉദ്ദേശിക്കുന്നത് മരണം എല്ലാവരെയും തുല്യരാക്കുന്നു എന്ന പരമാർത്ഥമാണ്, അല്ലേ? ഇപ്പം പുറമേ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെല്ലാം കണ്ടാൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒരാളിൽ നിന്ന് മറ്റൊരാളെ തിരിച്ചറിയാൻ പോരുന്ന വ്യത്യാസങ്ങളുണ്ട്. ഞാനായിരുന്ന പള്ളിയിൽ സിമിത്തേരി പരിഷ്കരിച്ചപ്പോൾ അതുവരെയും സംസ്കരിക്കപ്പെട്ടിരുന്നവരുടെ എല്ലുകൾ ഒരു അസ്ഥിക്കുഴിയിലേക്ക് മാറ്റി. അപ്പോൾ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞപ്പോൾ എല്ലാ എല്ലും ഒരുപോലെ ഇരിക്കും. ആരുടെ കാലം? ആണിൻ്റെ എല്ലാണോ പെണ്ണിൻ്റെ എല്ലാണോ ഒന്നും തിരിച്ചറിയത്തില്ല, എല്ലാം ഒരുപോലെ ഇരിക്കും. സമ്പന്നൻ്റെയും ദരിദ്രൻ്റെയും സ്ത്രീയുടെയും പുരുഷൻ്റെയും ഒക്കെ എല്ലുകൾ ഒരുപോലെ ഇരിക്കും. ആത്യന്തികമായി മരണം സകലരെയും സമന്മാരാക്കുന്നു എന്നത് സത്യമാണ്. ഈ മരണത്തോടെ അവസാനിക്കുന്നൊരു ജീവിതത്തെക്കുറിച്ചുള്ള തത്വചിന്തകളാണ് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചത്. മരണത്തെക്കുറിച്ച് അവസാനിക്കുന്ന, മരണത്തിൽ തുല്യത കൈവരുന്ന ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഈ ലോകത്തെ പഠിപ്പിച്ച ഒരുപാട് പണ്ഡിതന്മാരുണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ മരണത്തിൻ്റെ മേൽ അവസാന വാക്ക് പറയാൻ കഴിവുള്ളവൻ ദൈവപുത്രൻ. ഈ ഭൂമിയിൽ ജീവിച്ച മറ്റെല്ലാവരിൽ നിന്നും ദൈവപുത്രനെ വ്യതിരിക്തനാക്കുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ അവൻ മരണത്തിൻ്റെ മേൽ വിജയം നേടി എന്നുള്ള അടിസ്ഥാന സത്യമാണ് എന്ന് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയുക. മരണത്തിന് അവൻ്റെ മേൽ അവസാന വാക്ക് പറയാൻ കഴിഞ്ഞില്ല എന്നത് ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിലെ മനുഷ്യന് ലഭിക്കാവുന്നതിലെ ഏറ്റവും പ്രത്യാശയാർന്ന സന്ദേശമാണത്. മനുഷ്യജീവിതത്തിൽ നമുക്ക് ലഭിക്കാവുന്നതിൽ ഏറ്റവും പ്രതീക്ഷയാർന്ന സന്ദേശമാണ് ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയാൻ തിന്മയുടെ ശക്തികൾക്ക്, പിശാചിന്, നാരകീയ സൈന്യങ്ങൾക്ക് ദൈവം അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ള സത്യം. കയ്യാഫാസിൻ്റെ കുടിലതന്ത്രങ്ങളല്ല രക്ഷാകര പദ്ധതിയിൽ അവസാന വാക്ക് പറഞ്ഞത് എന്നത്. പീലാത്തോസിൻ്റെ അധികാരമോഹമല്ല രക്ഷാകര പദ്ധതിക്ക് അന്ത്യം കുറിച്ച് വാക്കുച്ചരിച്ചത് എന്നത്. അല്ലയോ ദൈവമക്കളെ, നമുക്ക് അഭിമാനത്തോടെ സന്തോഷത്തോടെ തിരിച്ചറിയേണ്ട ദൈവീക യാഥാർത്ഥ്യമാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ ദുഃഖവെള്ളിയാഴ്ചകളിൽ ചിരിക്കുന്ന കയ്യാഫാസുമാരെ നാം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്നത് സത്യമാണ്. നമ്മുടെ ശവപ്പെട്ടിക്ക് അവസാനത്തെ ആണിയടിക്കാൻ മോഹിക്കുന്ന പടയാളികളെ നാം കണ്ടുമുട്ടുന്നത് സ്വാഭാവികമാണ്. നമ്മെ നശിപ്പിക്കാൻ അധികാരത്തിൻ്റെ കരുക്കൾ നീക്കുന്ന പീലാത്തോസുമാരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ദൈവമേ, നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഏലി ഏലി ലമാ സബക്താനി എന്ന് ദൈവപുത്രനെ പോലെ നിലവിളിച്ചതിൻ്റെ ദുഃഖങ്ങൾ, സങ്കടങ്ങൾ നമുക്കുമുണ്ട്. പക്ഷേ ആ ആദ്യത്തെ ഈസ്റ്റർ ഞായറാഴ്ചയുടെ പ്രഭാതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പകർന്നു തരുന്ന പ്രതീക്ഷയുടെ പ്രകാശം എന്ത് എന്ന് ചോദിച്ചാൽ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവസാന വാക്ക് പറയാൻ ദൈവമായ കർത്താവുണ്ട് എന്ന രക്ഷാകര സന്ദേശമാണ്. അല്ലയോ പ്രിയപ്പെട്ടവരെ, മിശിഹാ തമ്പുരാൻ്റെ ഉയർപ്പിൻ്റെ ആദ്യ സന്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ അവസാന വാക്ക് പറയാൻ ദൈവമുണ്ട് എന്നതിൽ കവിഞ്ഞ എന്ത് പ്രത്യാശയാണ് നമുക്ക് ആവശ്യമുള്ളത്? താൽക്കാലിക വിജയം നേടാനേ തിന്മയുടെ ശക്തികൾക്കാവുകയുള്ളൂ. വളയ്ക്കാൻ അവർക്ക് സാധിച്ചെന്നിരിക്കാം, പക്ഷെ ഒരിക്കലും ഒടിക്കാൻ അവനാവില്ല. കാരണം ദൈവമാണ് അവസാനത്തെ കരയിൽ കാത്തു നിൽക്കുന്നവൻ എന്ന തിരിച്ചറിവ് ഈ ഉത്ഥിതൻ മനുഷ്യകുലത്തിന് പകർന്നു തരുന്ന പ്രത്യാശയുടെ പ്രഥമ പാഠമല്ലേ എന്ന്, അല്ലയോ വിശ്വാസികളെ, നമ്മൾ തിരിച്ചറിയുക. ഈ ഉത്ഥാനം ചെയ്ത മിശിഹായെക്കുറിച്ച് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്.
ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹ തിബേരിയസ് കടൽ തീരത്തെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്ന വചനഭാഗത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രധാനമായും പങ്കുവയ്ക്കുക. തിബേരിയാസ് കടൽ തീരത്ത് ഈശോ മിശിഹ വന്നു നിന്നപ്പോൾ അത് ഈശോയാണ് എന്ന് ഈ അപ്പസ്തോലന്മാർക്ക് മനസ്സിലായില്ല എന്നതാണ് സത്യം. നിങ്ങൾ ആലോചിക്കുക, ഈ ഉത്ഥാനം ചെയ്ത ഈശോ മിശിഹായെ കണ്ടവർക്കൊന്നും മനസ്സിലാവുന്നില്ല. മഗ്ദലനാക്കാരി മറിയം, ചേട്ടത്തിമാർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടെന്നാണ് പറയുന്നത്, ഇല്ലേ? ആണുങ്ങൾ പേരൊക്കെ മറന്നു